അന്നൂർ അള്ളാന്റെ മറ്റൊരു ഇസ്മാണ് അന്നൂർ. അള്ളാഹു നൂറാണ്. നൂറുസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ പ്രകാശമാണ് അവൻ. അല്ലദീ നൂറു ഖുലൂബിൽ ആരിഫീൻ, നവ്വറ ഖുലൂബൽ ആരിഫീൻ, അല്ലദീ നവ്വറ ഖുലൂബൽ ആരിഫീൻ ബിമഅരിഫതിഹി വൽ ഈമാൻ ബിഹി. അല്ലാഹുവിനെ അറിഞ്ഞിട്ടുള്ള, മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയിട്ടുള്ള ആരിഫീങ്ങൾ, അവരുടെ ഹൃദയങ്ങൾക്ക് ഈമാനിന്റെ പ്രകാശം നൽകിയവൻ അവനാണ്. ഈമാൻ കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിച്ചിട്ടുള്ളവൻ അവനാണ്. വനവ്വറ അഫ്ഇദതഹും ബിഹിദായതിഹി, ഹിദായത്ത് നൽകിക്കൊണ്ട് അവരുടെ ഉള്ളുകൾ പ്രകാശമുള്ളവനാക്കിയിട്ടുള്ളത്, അവരുടെ ഹൃദയങ്ങൾ പ്രകാശമുള്ളതാക്കിയിട്ടുള്ളത് അവനാണ്. വഹുവല്ലദീ അനാറസ് സമാവാതി വൽ അർദ് ബിൽ അൻവാരില്ലതി വദഅഹാ, ആകാശ ഭൂമികളെ പ്രകാശിപ്പിക്കുന്നവൻ, അതിൽ വച്ചിരിക്കുന്ന പ്രകാശത്തിന് വേണ്ടി വച്ചിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ആകാശഭൂമികളെ പ്രകാശമുള്ളവനാക്കിയിരിക്കുന്നത് അവനാണ്. വഹിജാബുഹുൻ നൂർ, അവന്റെ ഹിജാബും നൂറാണ്. അവൻ പടപ്പുകളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള മറ അത് നൂറിന്റെ മറയാണ്. ലൗ കശഫഹു ലഅഹറഖത് സുബ്ഹാത്ത് വജ്ഹിഹി മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖി, ആ നൂറെങ്ങാനും അവൻ നീക്കുകയാണെങ്കിൽ അവന്റെ കണ്ണിൽ നിന്നുള്ള സുബ്ഹാത്ത്, കണ്ണിൽ നിന്നുള്ള പ്രകാശജ്വാലകൾ, അത് എവിടെയൊക്കെ അവന്റെ കണ്ണെത്തുമോ അവന്റെ പടപ്പുകളിൽ ഒന്നും അവന്റെ കണ്ണിൽ നിന്ന് ദൂരെ പോവില്ല, മറയിൽ പോവില്ല. എവിടെയൊക്കെ അവന്റെ കണ്ണെത്തുമോ ആ പടപ്പുകളെ മുഴുവൻ ആ പ്രകാശം കരിച്ചു കളയും. അവന്റെ വജ്ഹിൽ നിന്നുള്ള, അവന്റെ മുഖത്തു നിന്നുള്ള സുബ്ഹാത്ത്, പ്രകാശത്തിന്റെ ജ്വാലകൾ അത് കരിച്ചു കളയുന്നവയാണ്. അതാണ്, അതുകൊണ്ട് അവൻ സ്വീകരിച്ചിരിക്കുന്ന പടപ്പുകളിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്ന ഹിജാബ് അത് നൂറിന്റെ ഹിജാബാണ്. അതാണ് നൂർ എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നതിന്റെ മഅന. അവൻ നൂറാണ്, ആകാശഭൂമികളുടെ നൂറ്. ആ നൂറ് അവന്റെ നൂറിൽപ്പെട്ടതാണ്. അവനെ അറിഞ്ഞിട്ടുള്ള ആലിമീങ്ങളായ ആളുകൾക്ക് അവരുടെ ഹൃദയത്തിലിട്ട് കൊടുക്കുന്ന നൂറ് അവനാണ് ഇട്ട് കൊടുക്കുന്നത്. നവ്വറ ഖുലൂബൽ ആരിഫീൻ, ആകാശഭൂമികളെ പ്രകാശിപ്പിക്കുന്നവൻ അവനാണ്. അതുപോലെ തന്നെ അവന്റെ ഹിജാബും നൂറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവൻ നൂർ, അവനാണ് നൂറ്. ബദീഉസ് സമാവാതി